ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിന്നോട് മുമ്പ് പറഞ്ഞത് തന്നെയാ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനം മാത്രമേ ഇനി ഉണ്ടാകൂ. അതിനപ്പുറം നീ ഒന്നും പ്രതീക്ഷിക്കണ്ട, ദേവൻ പറഞ്ഞു. ഇല്ല ദേവൻ, നിനക്കൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാ എൻ്റെ പ്രതീക്ഷ, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. നിന്നെ എൻ്റെ ഭാര്യയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എൻ്റെ വീട്ടുകാർ അതിനെ എതിർത്തു. നമ്മളതെല്ലാം പരസ്പരം സംസാരിച്ച് പിരിഞ്ഞതല്ലേ. നീ നാട്ടിലുണ്ടെന്നറിഞ്ഞ് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, പഴയ അഞ്ജലിയായി അല്ല, എൻ്റെ ഒരു ഫ്രണ്ടായി മാത്രം നിനക്ക് ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന്. അത് സമ്മതിച്ചല്ലേ നീ ഓഫീസിൽ ജോയിൻ ചെയ്തത്. ആദ്യമല്ല നീ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പിന്നീട് നീ മാറാൻ തുടങ്ങി. അപ്പോൾ മുതൽ ഞാൻ പറയുന്നതാ എനിക്കിനി ഒരു മാറ്റം ഉണ്ടാകില്ലെന്ന്. എൻ്റെ ജീവിതത്തിൽ നീ അറിയാത്ത പല സംഭവങ്ങളും ഉണ്ട്. അതൊന്നും ഞാൻ ആരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് അഞ്ജലി, നിന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു മോഹം മാറ്റുന്നതാ നിനക്ക് നല്ലത്, ദേവൻ പറഞ്ഞു. നിന്റെ അസുഖത്തിൻ്റെ കാര്യമല്ലേ ദേവൻ, അത് എനിക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട്, അഞ്ജലി ചോദിച്ചു. ഒരു നോർമൽ മനുഷ്യനായിരുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിക്കാതിരുന്നിട്ടുണ്ടാകില്ലല്ലോ. അതിന് എൻ്റേതായ കാരണങ്ങളുണ്ട്. അതൊന്നും ഞാൻ ആരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഫാമിലിയിലെ ഇഷ്യൂസ് കുറേയൊക്കെ എനിക്കറിയാം ദേവൻ. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നത്. എന്നെക്കുറിച്ച് മുഴുവനായി നിനക്കൊന്നും അറിയില്ല. നിനക്കെന്നല്ല, മറ്റു പലർക്കും. നീ എന്നെ കൂടുതൽ ടെൻഷനാക്കാതെ ദയവ് ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് പോ, ദേവൻ അപേക്ഷിക്കും പോലെ പറഞ്ഞു. നിന്നെ ഞാൻ ടെൻഷനാക്കാൻ ആഗ്രഹിക്കുന്നില്ല ദേവൻ, ഞാൻ പോയേക്കാം. പക്ഷേ നിനക്കൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ വരിക തന്നെ ചെയ്യും, അഞ്ജലി പറഞ്ഞു. റൂമിൻ്റെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അഞ്ജലി പറഞ്ഞു, രവിയാവും. ഞാൻ ഇവിടെ വരുന്നത് തന്നെ അവനിഷ്ടല്ല. അവനെ ഒന്ന് നിയന്ത്രിക്കണം ദേവൻ. അവൻ വല്ലാതെ ദേവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, അഞ്ജലി പറഞ്ഞു. നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേവൻ എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്നു. ദേവൻ്റെ പുറകിൽ അഞ്ജലി നിൽക്കുന്നത് കണ്ട് രവി ദേഷ്യത്തോടെ പറഞ്ഞു, റൂമിൻ്റെ ഉള്ളിൽ കയറി ഡോറടച്ച് ലൈറ്റ് ഓൺ ചെയ്തിരുന്നാൽ ഇരുട്ടായാലും അറിയില്ല. മാഡത്തിന് വീട്ടിൽ പോകാറായില്ലേ, പോകാൻ നോക്ക്. എടാ, ഇത്ര അധികാരത്തോടെ പറയാൻ ഇത് നിന്റെ വീടല്ല, ദേവൻ്റെ വീടാ, അഞ്ജലി പറഞ്ഞു. സാറിന് ചിലപ്പോൾ മാഡത്തിന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ താല്പര്യം ഉണ്ടാകില്ലായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്, എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രവി ദേവനോട് ചോദിച്ചു. സ്റ്റോർ റൂമിൻ്റെ കീ എവിടെ? ദേവനാ ഇവൻ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അഞ്ജലി പറഞ്ഞു. അഞ്ജലി പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേവൻ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കൂടെ അഞ്ജലിയും രവിയും പോന്നു. ദേവൻ നേരെ മെയിൻ ഡോറിനടുത്തേക്ക് ചെന്ന് ഡോർ തുറന്ന് അഞ്ജലിയോട് പറഞ്ഞു, പോ. ദേവൻ, ഇതിനു മുമ്പൊന്നും എന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പം എന്തു പറ്റി? ഇവൻ ഓരോന്ന് പറയുന്നത് കേട്ട് എന്നെ അവോയ്ഡ് ചെയ്യണോ, അഞ്ജലി ചോദിച്ചു. ദേവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് സ്റ്റോർ റൂമിൻ്റെ കീ കയ്യിലെടുത്ത് അഞ്ജലിയോട് പറഞ്ഞു. അഞ്ജലി, വെറുതെ തെറ്റിദ്ധരിക്കണ്ട, സമയം ഒരുപാടായി, പോകാൻ നോക്ക്. രവി ദേവൻ്റെ കയ്യിൽ കീ കണ്ട് അത് ബലമായി പിടിച്ചു വാങ്ങി ചെന്ന് സ്റ്റോർ റൂം തുറന്നു. ഗൗരി അവശയായി ചുമരിലേക്ക് തലചാരി കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. അടുത്തു ചെന്നിരുന്ന് കെട്ടുകളഴിച്ച് അവളെ വിളിച്ചു. ഗൗരി, എഴുന്നേൽക്ക്. അപ്പോൾ രാമേട്ടൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞു. 2 ദിവസമായി നേരാവണ്ണം ആഹാരമോ ഒരു തുള്ളി വെള്ളമോ കിട്ടാതെ കിടക്കുന്നതല്ലേ. രവി, ഈ വെള്ളം കുടിക്കാൻ കൊടുക്ക്. രവി ആ വെള്ളം വാങ്ങി അതിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. അപ്പോൾ അവൾ ഒരു ഞെരുക്കത്തോടെ മെല്ലെ കണ്ണുകൾ തുറന്നു. അവൾക്കരികിൽ രവി ഇരിക്കുന്നത് കണ്ട് അവൾ പേടിച്ച് മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. പേടിക്കണ്ട, ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് വെള്ളം അവളുടെ ചുണ്ടോടടുപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ടവൾ കണ്ണുകൾ മിഴിയാതെ പ്രയാസപ്പെട്ട് കണ്ണീരൊഴുക്കി നന്ദിയോടെ രവിയെ നോക്കി. ഗ്ലാസ് തിരികെ രാമേട്ടന് കൊടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് രവി പറഞ്ഞു, എഴുന്നേക്ക്. അവൾ പ്രയാസപ്പെട്ട് അവിടുന്ന് ഒരുവിധം എഴുന്നേറ്റ് നിന്നു. വാ എന്ന് പറഞ്ഞ് രവി അവളെ വിളിച്ചു. അവൾ നടക്കാൻ തുടങ്ങിയതും വീഴാൻ പോയി. താഴെ വീഴാതിരിക്കാൻ രവി അവളെ പിടിച്ചു. വീണ്ടും വാ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ദേവൻ അവിടേക്ക് വന്നു. മാറി നിൽക്ക് എന്ന് രവി ദേവനോട് ദേഷ്യത്തോടെ പറഞ്ഞ് അവളെ കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോയി. അവിടെ കൊണ്ടുപോയി ബെഡിലിരുത്തിയ ശേഷം തലയണ ചാരി വെച്ച് അവളെ അതിലേക്ക് ചാരിയിരുത്തി. അവളുടെ കാൽ ബെഡിലേക്ക് കയറ്റി വെച്ചു കൊടുത്തു.
അപ്പോഴേക്കും രാമേട്ടൻ അവൾക്ക് കഴിക്കാനുള്ള ചോറുമായി വന്നു. അത് വാങ്ങി രവി ഗൗരിയോട് പറഞ്ഞു, ഇത് കഴിക്ക്. അവൾ കരഞ്ഞുകൊണ്ട് രവിയെ ഒന്ന് നോക്കി. കരയണ്ട, ഇത് കഴിക്ക് എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവൻ നിർബന്ധിച്ചു. അവൾ അപ്പോൾ ആ പ്ലേറ്റ് വാങ്ങി അതിലുണ്ടായിരുന്ന സ്പൂൺ എടുത്ത് അതുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. രാമേട്ടൻ വീണ്ടും അടുക്കളയിലേക്ക് പോയപ്പോൾ ദേവൻ ആ റൂമിൻ്റെ ഡോറിനടുത്ത് അകത്തേക്ക് നോക്കി കുറച്ചു നേരം നിന്നു. അതിനുശേഷം അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. ഗൗരി അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമേട്ടൻ ഒരു ജഗിൽ വെള്ളവും ഒരു ഗ്ലാസും കൊണ്ടുവന്ന് കൊടുത്തു. ജഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് രവി ഗൗരിക്ക് കൊടുത്തു. അവൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് തിരികെ രാമേട്ടന് കൊടുത്തു. രാമേട്ടൻ ആ ഗ്ലാസും ജഗ്ഗും അവിടെയുള്ള ഒരു ടേബിളിൽ വെച്ച് റൂമിന് പുറത്തേക്ക് പോയി. രവി ഗൗരിയോട് പറഞ്ഞു, കിടന്നോ. ഗൗരി വീണ്ടും കരഞ്ഞുകൊണ്ട് രവിയെ ഒന്ന് നോക്കി. കരയണ്ട, ഇനി ആരും ഒന്നും ചെയ്യില്ല, രവി പറഞ്ഞു. അവൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ രവി പുറത്തേക്ക് വന്ന് ഡോർ മെല്ലെ അടച്ചു. അവിടുന്ന് ദേഷ്യത്തോടെ രവി ദേവന്റെ റൂമിലേക്ക് ചെന്നു. ദേവൻ അപ്പോൾ തലയിൽ കൈവച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു. ഇത്രയധികം ശിക്ഷിക്കാൻ അവൾ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? സാർ ഇപ്പോൾ കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞതോ? അതിനാണോ കഴിഞ്ഞ 2 ദിവസം പട്ടിണിക്കിട്ട് റൂമിൽ പൂട്ടിയിട്ടത്? ദേഷ്യത്തോടെ രവി ചോദിച്ചു. പട്ടിണിക്കിടണമെന്ന് ഞാൻ കരുതിയതല്ല, ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അവള് പട്ടിണി കിടക്കുകയാണെന്ന് സാറിന് അറിയായിരുന്നില്ലേ? രവി ചോദിച്ചു. അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ പല തവണ അഞ്ജലിയോട് പോകാനും പറഞ്ഞതാ. എന്നാൽ അവൾ അത് കൂട്ടാക്കാതെ ഇവിടെ തന്നെ ഇരുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ദേവൻ ചോദിച്ചു. സ്റ്റോർ റൂമിൻ്റെ കീ തന്നിട്ട് സാറിന് അവളോടൊപ്പം ഇവിടെ വന്ന് ഡോർ അടച്ചിരിക്കായിരുന്നില്ലേ? രവി ചോദിച്ചു. രവി, ഇനി അതും ഇതും പറഞ്ഞ് വഴക്കിടാതെ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. കുഞ്ഞെ, കഴിക്കാൻ വായോ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടേക്ക് വന്നു. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയി വിളമ്പി കൊടുക്ക്, അടുത്തിരുന്ന് ഊട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രവി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ രാമേട്ടൻ പറഞ്ഞു. എടാ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോ. എനിക്കൊന്നും വേണ്ട, ഈ പാപത്തിൻ്റെ പങ്ക് പറ്റിപ്പോയില്ലേ, ഇങ്ങനെയെങ്കിലും അതിനുള്ള പ്രായശ്ചിത്താവട്ടെ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോയി. കുഞ്ഞെ, കുഞ്ഞ് കഴിക്കാൻ വായോ, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ പൊയ്ക്കോ, എനിക്ക് വേണ്ട, ദേവൻ പറഞ്ഞു. കുറച്ചെങ്കിലും കരുണയില്ലാതെ എന്തിനാ കുഞ്ഞെ ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്തത്? രാമേട്ടൻ ചോദിച്ചു. രാമേട്ടനോട് പോവാനാ പറഞ്ഞത്, ദേവൻ ഒച്ചയെടുത്തു. അപ്പോൾ രാമേട്ടൻ അവിടുന്ന് പോയി. ദേവൻ ചെന്ന് ബെഡിൽ കിടന്നു. രവി അവശയായ ഗൗരിയെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്നതും സ്നേഹത്തോടെ കഴിക്കാൻ നിർബന്ധിക്കുന്നതും ദേവൻ ഓർത്തു. മെല്ലെ കണ്ണുകൾ അടച്ചു കിടന്നു. ഗൗരി രാവിലെ ഉണർന്ന് ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ ടേബിളിന് മുകളിൽ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാക്കിയിരുന്ന ബാഗ് ഇരിക്കുന്നത് കണ്ടു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവൾ അത് തുറന്നു നോക്കി. ഏറ്റവും മുകളിലായി ആ താലിമാല ഇരിക്കുന്നത് കണ്ടു. അവൾ അതെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് സങ്കടപ്പെട്ട് കണ്ണുകൾ അടച്ച് കുറച്ചു നേരം നിന്നു. അതിനുശേഷം അത് തിരികെ ബാഗിൽ തന്നെ വെച്ച് കുളി കഴിഞ്ഞാൽ മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളിച്ചിറങ്ങുമ്പോൾ രാമേട്ടൻ ചായയുമായി റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കുടിക്കുമോളെ, രാമേട്ടൻ പറഞ്ഞു. അപ്പോഴും അവൾ സങ്കടം വന്ന് കരഞ്ഞു. മോള് കരയണ്ട, ചായ കുടിക്ക് എന്ന് പറഞ്ഞ് രാമേട്ടൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചായ അവൾക്ക് കൊടുത്തു. അവൾ അത് വാങ്ങിക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നത് കണ്ട് രാമേട്ടൻ പറഞ്ഞു. വാങ്ങിക്കുമോളെ, ചായ കുടിക്ക്. കണ്ണുകൾ തുടച്ച് അവൾ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോൾ രാമേട്ടൻ പറഞ്ഞു. ദേഷ്യം വന്നാലാ ആ കുഞ്ഞിങ്ങനെ, അല്ലെങ്കിൽ അതൊരു പാവാ. മോൾക്ക് ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നും തോന്നണ്ട. അത് കേട്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ ആ ചായക്കപ്പ് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു. എനിക്ക് ചായ വേണ്ട. കുടിക്കുമോളെ, ആഹാരത്തിനോടല്ല വാശി കാണിക്കേണ്ടത്, ജീവിതത്തിനോടാ. ആ കുഞ്ഞിനോട് മോൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനോട് കാണിക്ക്, അല്ലാതെ ആഹാരത്തിനോട് എന്തിനാ കാണിക്കുന്നത്? ഈ ചായ കുടിക്ക് എന്ന് പറഞ്ഞ് രാമേട്ടൻ വീണ്ടും അവൾക്ക് ചായ കൊടുത്തു. അവൾ ദേഷ്യത്തോടെ രാമേട്ടനെ ഒന്ന് നോക്കിയതിന് ശേഷം ആ ചായ വാങ്ങി കുടിച്ച് കപ്പ് തിരികെ കൊടുത്തു. രാമേട്ടൻ ആ കപ്പുമായി അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവൻ അങ്ങോട്ട് വന്നു. നിനക്ക് പ്രമോഷൻ കിട്ടിയല്ലേ? സ്റ്റോർ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക്, ദേവൻ ചോദിച്ചു. അതിന് ഗൗരി മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തോടെ അവനെ നോക്കുക മാത്രം ചെയ്തു. കഴിക്കാൻ വാ, ദേവൻ പറഞ്ഞു. വെറുപ്പോടെ അവൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാൻ തല വെട്ടിച്ചു. പറഞ്ഞ അനുസരിക്കില്ല നീ, വാടി ഇവിടെ എന്ന് പറഞ്ഞ് ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. അവൾ കൈ പിടിവിടിയിക്കാൻ വിട് എൻ്റെ കൈ
എന്നു പറഞ്ഞ് അവൻ്റെ കയ്യിൽ മാന്തിക്കൊണ്ടിരുന്നു. അവൻ അവളെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിനരികിലുള്ള ചെയറിൽ ഇരുത്തി. ഇരിക്കവിടെ എന്നു പറഞ്ഞു. കൈയുടെ നീറ്റൽ കൊണ്ട് ദേവൻ നോക്കുമ്പോൾ അവളുടെ നഖം കൊണ്ട് അവൻ്റെ കയ്യിൽ രക്തം പൊടിഞ്ഞിരുന്നു. വാഷ് ബേസിനടുത്ത് ചെന്ന് കൈ സോപ്പിട്ട് കഴുകിയതിനു ശേഷം കഴിക്കാനായി വന്നിരുന്നു. രാമേട്ട, കഴിക്കാനെടുക്ക്, ദേവൻ പറഞ്ഞു. രാമേട്ടൻ കിച്ചണിൽ നിന്ന് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വരുമ്പോൾ രവി കഴിക്കാനായി അവിടേക്ക് വന്ന് മറ്റൊരു ചെയറിൽ ഇരുന്നു. അവൾ മറ്റാരെയും നോക്കാതെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു. രാമേട്ടൻ കഴിക്കാൻ വിളമ്പിക്കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് അവൾ അത് കഴിച്ചു. കഴിച്ചെഴുന്നേറ്റ് ഗൗരി പ്ലേറ്റ് എടുത്തപ്പോൾ രാമേട്ടൻ അത് വാങ്ങിക്കാൻ ശ്രമിച്ചു. ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് ആ പ്ലേറ്റുമായി അവൾ കിച്ചണിലേക്ക് പോയി. പ്ലേറ്റ് കഴുകി വെച്ച് തിരികെ വരുമ്പോൾ രവി കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകുകയായിരുന്നു. രവി, ഇവളെ ഓഫീസിൽ കൊണ്ടുവിട്, ദേവൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ ദേവനെ ഒന്ന് നോക്കിയ ശേഷം റൂമിൽ പോയി ബാഗ് എടുത്തിട്ട് വന്നു. രവി, വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി ഇവളോട് ഇവളുടെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ദേവൻ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി അവൻ്റെ റൂമിലേക്ക് പോയി.